നമസ്കാരം. ഈ വഖഫ് നിയമത്തിലോടുകൂടി ഈ മുസ്ലിം സമുദായത്തിൻ്റെ സ്വത്തുവകകളെല്ലാം നരേന്ദ്രമോദി സർക്കാർ പിടിച്ചെടുക്കുന്നതായിട്ടൊരു വ്യാപകമായിട്ട് ഒരു ജനവിഭാഗങ്ങൾ പറഞ്ഞ് ഈ സമുദായത്തിനിടയിൽ സ്പർദ്ധ വളർത്തുന്നു. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? വളരെ വളരെ ശരിയായ ചോദ്യമാണ്. അതെ, ഭൂമി പിടിച്ചെടുക്കാൻ തന്നെയാണ് ഈ വഖഫ് നിയമം കൊണ്ടുവന്നത്. പക്ഷേ ആരിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത്? മുസ്ലിം സമുദായത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ സ്വത്ത് ഒരു സംഘം സവർണ മുസ്ലിം പ്രമാണിമാർ, മാഫിയ സംഘം എൻക്രോച്ച് ചെയ്തിരിക്കുന്നു, കൊള്ളയടിച്ചിരിക്കുന്നു. ആ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് സമുദായത്തിലേക്ക് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് വഖഫ് അമെൻമെൻറ്റ് ബില്ല് നിയമം. അത് പാർലമെൻറ്റ് കമ്മിറ്റി പാസ്സാക്കി പാർലമെൻറ്റ് നിയമമാക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ്. കാരണം ഇന്ത്യയിൽ കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ള അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഘം പ്രമാണിമാർ ഭൂമി തട്ടിയെടുത്തിട്ടുണ്ട്. കർണാടകത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്ന CM ഇബ്രാഹിം തൻ്റെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നത് വഖഫ് ഭൂമിയിലാണ്. കർണാടകത്തിൽ 26,000 ഏക്കർ ഭൂമിയാണ് എൻക്രോച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങളറിയുമോ? കണ്ണൂരിൽ പിണറായി വിജയൻ്റെ നാട്ടിൽ 2 വർഷം മുമ്പ് അഞ്ചരക്കണ്ടിയിൽ ഒരു മഹല്ല് കമ്മിറ്റിയിൽ പള്ളിമുറ്റത്ത് പൊരിഞ്ഞടി നടന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും പരിക്കേറ്റു. എന്താ സംഭവം എന്നറിയോ? പഴയ മഹല്ല് കമ്മിറ്റി വഖഫ് സ്വത്ത് കള്ളരേഖയുണ്ടാക്കി കുറേ ആളുകൾക്ക് വിറ്റു. ഒരു ഉദാഹരണം ഞാൻ പറയാം. കണ്ണൂരിൽ പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ അഞ്ചരക്കണ്ടി ഭാഗത്ത് ഒരു പള്ളിയിലായി 2 വർഷം മുമ്പ് പൊരിഞ്ഞടി നടന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പരിക്കേറ്റു. എന്തായിരുന്നു സംഭവം? പഴയ മഹല്ല് കമ്മിറ്റി കള്ളരേഖയുണ്ടാക്കി വഖഫ് ബോർഡിൻ്റെ സ്വത്ത് പലർക്കുമായി മറിച്ചു വിറ്റു, അവരെ കടവീടെടുത്തു. സത്യത്തിൽ അവർ നിരപരാധികളാണ്. പുതിയ കമ്മിറ്റി വന്നപ്പോൾ അവർ പറഞ്ഞു വഖഫിൻ്റെ സ്ഥലം തിരിച്ചു പിടിക്കണം. അതിൻ്റെ പേരിൽ അടി നടന്നത്. ഇങ്ങനെ രാജ്യവ്യാപകമായി നിരവധി ആളുകൾ വഖഫ് സ്വത്ത്, ദൈവത്തിന് ദാനം ചെയ്ത സ്വത്ത്, ദൈവത്തിന് കാണിക്കയായി നൽകിയ സ്വത്ത് പിടിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ആത്മാർത്ഥമായി നരേന്ദ്രമോദി ഈ അഴിമതി രഹിത വഖഫ് ബോർഡ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത്തരമൊരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ KC വേണുഗോപാൽ ചോദിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലും അയോധ്യ ക്ഷേത്രത്തിലും നിങ്ങൾ മറ്റു മതക്കാരെ ഉൾപ്പെടുത്തുമെന്നാണ്. ET മുഹമ്മദ് ബഷീർ ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ്. രണ്ടാളോട് എനിക്ക് പറയാനുള്ളത്, ഇത് മഹല്ല് കമ്മിറ്റിയുടെ ഭേദഗതിയല്ല, അതാണ് പള്ളി നിയന്ത്രിക്കുന്നത്. ഇത് മദ്രസ ബോർഡ് കമ്മിറ്റിയല്ല, അതാണ് മദ്രസ നിയന്ത്രിക്കുന്നത്. ഇത് ഹജ്ജ് കമ്മിറ്റി ഭേദഗതിയല്ല, അതാണ് മുസ്ലിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇത് മുസ്ലിം വിശ്വാസികൾ ദൈവത്തിന് ദാനം ചെയ്ത ഭൂമി എന്ന് പറയുന്നത് ചാരിറ്റി പ്രവർത്തനത്തിനും സമൂഹത്തിൻ്റെ നല്ല പ്രവർത്തനത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന ഭൂമി അന്യാധീനപ്പെട്ടത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിയുടെ ആത്മാർത്ഥമായ ശ്രമം. കിരൺ റിജ്ജു, നരേന്ദ്രമോദിയും ധീരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് കാശ്മീരിലെ പ്രത്യേക നിയമം എടുത്ത് കളഞ്ഞതുപോലെ, മുത്തലാഖ് പോലെ, CAA പോലെ ജനങ്ങളത് അംഗീകരിക്കും. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അംഗീകരിക്കും. കുറച്ച് കാലം ഇവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും, പക്ഷേ എന്നും അവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം.